Hi students, welcome to EG6 Academy online classes. ഇന്ന് നമ്മൾ നമ്മുടെ ഒരു പുതിയ പേപ്പർ, അതായത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് പോയട്രി എന്നുള്ളൊരു പേപ്പറാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. BEGE 143. സോ ഇന്നത്തെ ക്ലാസ് നെയിം വരുന്നത് BEGE 143 ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ്, ക്ലാസ് 1. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ എടുക്കുന്ന ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഈ ഒരു പുതിയ പേപ്പർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് പോയട്രി എന്നുള്ള പേപ്പറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പോയട്രി പേപ്പർ ആയതുകൊണ്ട് കുറച്ചും കൂടെ നമുക്ക് സിമ്പിൾ ആയിരിക്കും. ലിറ്ററേച്ചറിനോട് നമുക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പർ ആയിട്ടാണ് ഞാൻ ഇതിനെ പറയുക. കാരണം അത്രത്തോളം ഒരു നല്ലൊരു പേപ്പർ ആയിട്ടാണ് ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇതില് 4 ബ്ലോക്കുകളാണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടീഷ് പോയട്രി എന്നുള്ള ബ്ലോക്കാണ്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ എന്താണ്, നമ്മൾ ഈ പോയട്രി പേപ്പർ ആയതുകൊണ്ട് തന്നെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അതിനെ പറ്റിയിട്ട് ഒരു പോയട്രി അതിന്റെ ജനറൽ വശങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കണം അല്ലെ. സോ അതിന്റെ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ബ്ലോക്ക് 1 ബ്രിട്ടീഷ് പോയട്രിയുടെ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് പോയട്രി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളതാണ്. ആൻഡ് അപ്പൊ പോയട്രീനെ പറ്റി ജനറലി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യാണ് ചെയ്യുക. ആൻഡ് ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഓരോ പീരിയഡിലുള്ള അങ്ങനെ ഓരോ പീരിയഡ് വൈസ് അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളതൊക്കെ പറയും. ദെൻ നെക്സ്റ്റ് ഈ സെക്കൻഡ് യൂണിറ്റ് നമ്മൾ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് നമ്മൾ പൊതുവെ അറിയാം? ജോൺ ഡണ്ണിനെയാണ് അല്ലെ. സോ ജോൺ ഡണ്ണും ആൻഡ്രൂ മാർവലിനെയാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് ജോൺ ഡൺ, ആൻഡ്രൂ മാർവൽ. തേർഡ് ചാപ്റ്റർ വരുന്നത് റൊമാൻറ്റിക് പോയറ്റ്സ് വേർഡ്സ്വർത്ത് ആൻഡ് കോൾറിഡ്ജ് അല്ലെ. നമ്മുടെ റൊമാൻറ്റിക് പോയട്രീന്റെ അമരക്കാരായിട്ടുള്ള വേർഡ്സ്വർത്തിനെയും ഒക്കെയാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്, കോൾറിഡ്ജിനെ ഒക്കെ. ഫോർത്ത് ചാപ്റ്റർ വരുന്നത്, അപ്പൊ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് മുന്നിൽ വരുന്നത്. ദെൻ ഫോർത്ത് ചാപ്റ്റർ വിക്ടോറിയൻ പോയറ്റ്സ് ആയിട്ടുള്ള റോബർട്ട് ബ്രൗണിങ്ങും അതുപോലെ ആൽഫ്രഡ് ടെന്നിസനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് നമ്മൾ ബ്ലോക്ക് 2 വരുന്നത് അമേരിക്കൻ പോയട്രി ആണ്. ഇപ്പൊ ബ്രിട്ടീഷ് പോയട്രി ആണല്ലോ പറഞ്ഞത്. നെക്സ്റ്റ് അമേരിക്കൻ പോയട്രി എന്നുള്ള ബ്ലോക്ക് 2 വരുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് റോബർട്ട് ഫ്രോസ്റ്റ്, സെക്കൻഡ് യൂണിറ്റ് നമ്മുടെ വില്യം കാർലോസ് വില്യംസ്, ആൻഡ് തേർഡ് യൂണിറ്റ് വാലേസ് സ്റ്റീവൻസ്, ഫോർത്ത് യൂണിറ്റ് ലാങ്സ്റ്റൺ ഹ്യൂഗ്സ്. ഇങ്ങനെ 4 പോയറ്റുകളെ പറ്റിയിട്ട്, അമേരിക്കൻ പോയറ്റുകളെ പറ്റിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ദെൻ തേർഡ് ബ്ലോക്ക് വരുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി ആണ് അല്ലെ. നമ്മളെ ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെ. അപ്പൊ അവരുടെ ഇംഗ്ലീഷ് റൈറ്റിംഗും കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് ബ്ലോക്കിൽ. അപ്പൊ അതിൽ പ്രോമിനന്റ് ആയിട്ട് ഫിഗർ വരുന്നത് അതിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ നസീം എസീക്കലും അതേപോലെ യുനീസ് ഡിസൂസ ആയിരുന്നു ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ വരുന്നത് AK രാമാനുജൻ ആൻഡ് ജയന്ത മഹാപത്ര. അതായത് ഈ 2 വർക്ക് ഇവരുടെ കുറച്ച് ചിലരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ഫെമിലിയർ ആയിരിക്കും ചിലർക്കൊക്കെ. സോ അത് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി എന്നുള്ള ഒരു പേപ്പർ ഒറ്റയ്ക്ക് പഠിക്കുന്ന കേട്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഈ ആൾക്കാരൊക്കെ ഫെമിലിയർ ആയിരിക്കും. സോ ഇങ്ങനെ ഈ ഒരു പോയട്രി പേപ്പർ ഒറ്റയ്ക്കായിട്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മൾ ഓരോ ബ്ലോക്ക് ആയിട്ടുള്ള ബ്രിട്ടീഷ് പോയട്രി മാത്രം അങ്ങനെ ഒരു പേപ്പറൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്കൻ പോയട്രി മാത്രം ആ ഒരു പേപ്പർ ആണെങ്കിൽ ഈ പറഞ്ഞ ഇവരെയൊക്കെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പോ ബ്ലോക്ക് 3 ഫസ്റ്റ് യൂണിറ്റ് നസീം എസീക്കൽ ആൻഡ് യുനിസ് ഡിസൂസ ആണ്. സെക്കൻഡ് യൂണിറ്റ് വരുന്നത് AK രാമാനുജൻ ആൻഡ് ജയന്ത മഹാപത്ര. തേർഡ് യൂണിറ്റ് വരുന്നത് അരുൺ കലത്കർ ആൻഡ് ആകാശ് ഷാഹിദ് അലി. ദെൻ ഫോർത്ത് യൂണിറ്റ് ദിലീപ് ചിത്ര ആൻഡ് KG എൻ ദാരുവാലയാണ് ഫോർത്ത് ആയിട്ടുള്ള ചാപ്റ്റർ അതിൽ വരുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് 4 ആണ്. അതില് പോയട്രി ഫ്രം ദ മാർജിൻസ്, അതായത് നമ്മൾ പോസ്റ്റ് കോളോൺ അങ്ങനത്തെ, അതായത് മാർജിനലൈസ്ഡ് ആയിട്ട് ആൾക്കാരുടെ ഇതിലെ അത് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നത് കെംഫാം സിംഗ് ന്യോങ്കോരി എന്നിട്ടുള്ള ഒരു റൈറ്ററുടേതാണ്. ദെൻ സെക്കൻഡ് വൺ നിർമ്മല പുതൂർ ആൻഡ് തേർഡ് വൺ ജ്യോതി ലഞ്ച്വാർ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു റൈറ്ററുടേതാണ്. ആൻഡ് ഫോർത്ത് വൺ സുകൃതരണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്ററിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്
ഈ 4 ബ്ലോക്കുകളാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് പോയട്രി പേപ്പർ ആയതുകൊണ്ട് കുറച്ചും കൂടി നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പേപ്പർ ആയിട്ടാണ് ഇതിനെ പറയുന്നത്. അതായത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു പേപ്പറാണ്. അപ്പം അപ്പോൾ ബ്രിട്ടീഷ് പോയട്രി നമ്മുടെ ബ്ലോക്ക് 1-ലുള്ള ബ്രിട്ടീഷ് പോയട്രി എന്നുള്ള ബ്ലോക്ക് 1, അതിലെ ഫസ്റ്റ് യൂണിറ്റ് പോയട്രി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് പോയട്രി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മൾ അതിൽ പോയട്രിയെ പറ്റിയിട്ട് ജനറലി കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതില് കോഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതില്. സോ നമുക്ക് അതിന്റെ ഫസ്റ്റ് ഭാഗം ഇൻട്രൊഡക്ഷനിലേക്ക് മൂവ് ചെയ്യാം. സോ ഇതിൽ ഞാൻ പറയുന്നത്, നമുക്കറിയാം ഈ ഒരു പോയട്രി എന്നുള്ളതിന്റെ അതിന്റെ ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ടാവില്ല. പല ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ തലങ്ങളുണ്ട് അല്ലെ പോയട്രിക്ക്. നമ്മൾ കാണുന്നത് മാത്രമല്ല, പല പല വശങ്ങൾ അതിനുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുക, അതിനൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് അതിൽ ഫസ്റ്റ് തന്നെ പറയുന്ന ഫിലിപ്പ് സിഡ്നി അല്ലെ, ഫിലിപ്പ് സിഡ്നിനെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എന്താ കാര്യങ്ങൾ, അദ്ദേഹം എന്താണ് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പോയട്രിനെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോയട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ദ ഹയസ്റ്റ് എസ്റ്റിമേഷൻ ഓഫ് ലേണിംഗ് ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഹ്യൂമൻ സ്റ്റഡീസ് ഒക്കെ റിയലൈസ് ചെയ്യുന്ന, അതായത് നമ്മുടെ ഹ്യൂമൻ സ്റ്റഡീസ് ഒക്കെ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, പോയറ്റിക് എന്നുള്ള ആർട്ടിലൂടെ നമുക്കൊരു സുപ്രീം ലെവലാണത്. ഓക്കെ, ആ ഒരു പോയറ്റിക് ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു നമ്മളെ ഒരു സുപ്രീം ലെവലാണ് എന്നുള്ളത് പറയാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഒരു വിസ്ഡം, അതേപോലെ വിസ്ഡം പോയട്രി കൂടെ ഒരു കിട്ടുന്ന ആ ഒരു വിസ്ഡം ഭയങ്കര ക്ലിയർ ആണ് എന്നുള്ള രീതിയിൽ പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതിൽ പറയുന്ന ഒരു പോയിന്റ് ആണ്, ഇപ്പൊ നമ്മൾ ഈ ഡാർക്ക്നെസ്സിൽ കിടക്കുന്ന കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ ഏരിയാസ് ഉണ്ടാവുമല്ലോ, അവരിലേക്ക് അവരുടെ ലൈഫിലേക്ക് ഒരു എൻലൈറ്റ്മെന്റ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു പ്രകാശം കൊണ്ടുവരിക, ഒരു നോളജ് അങ്ങനെ അത് കൊണ്ടുവരിക എന്നുള്ളത് ഈ ഒരു പോയട്രിയിൽ കൂടെ നമുക്ക് പോസിബിൾ ആണ് എന്നുള്ളത് പോയിന്റ് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ഓൾമോസ്റ്റ് നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ഓൾമോസ്റ്റ് ദ ഹയസ്റ്റ് എസ്റ്റിമേഷൻ ഓഫ് ദ ലേണിംഗ് എന്നാണ് സിഡ്നി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു ഓൾമോസ്റ്റ് എന്നുള്ള ഒരു വേർഡ് കൂടെ നമ്മൾ മറ്റ് ലിറ്ററേച്ചറിന്റെ ഒക്കെ ഒരു ഫോമിനെ അദ്ദേഹം പോയട്രിനോട് അവിടെ ഇക്വേറ്റ് ചെയ്യാനായിട്ട്, മറ്റ് ഫോംസ് ഉണ്ടാവുമല്ലോ ലിറ്ററേച്ചറിന്റെ, അതിനെ ഇവിടെ അദ്ദേഹം ഇക്വേറ്റ് ചെയ്യുക ആൻഡ് കണ്ടന്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതിനെ എതിർക്കുന്ന ആ ഒരു ഇതില്. അപ്പോ ആ മറ്റ് ഫോംസ് ഓഫ് പോയട്രിനെ കണ്ടന്റ് ചെയ്യുന്ന വിധത്തിലും അതിന് ഈ പോയട്രിനോട് അതിനെ ഇക്വേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു പോയട്രിക്ക് ഒരു തോട്ട്ഫുൾ ആയിട്ടുള്ള പ്രോസിന്റെ അതേ റെസ്പെക്ട് എൻജോയ് ചെയ്യുന്ന കാര്യത്തിൽ ഒരുപാട് ഡിബേറ്റ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പൊ പറയുന്നത് ഈ ഒരു പോയട്രിക്ക് അതിന്റെ ആ ഒരു പ്രോസിന്റെ ആ തോട്ട്ഫുൾ ആയിട്ടുള്ള പ്രോസ്, തോട്ട്ഫുൾ ആയിട്ടുള്ള എന്താ, നമുക്ക് നമ്മളുടെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള അല്ലെ, ആ പ്രോസിന്റെ അതേ റെസ്പെക്ട് ഇതും എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ള പറയുന്ന കാര്യത്തിൽ ഒരുപാട് ഡിബേറ്റ്സ് ആണ് നടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഫിലോസോഫിനെയാണ് അവിടെ പ്രത്യേകമായിട്ട് അവിടെ പറയുന്നത്. അപ്പൊ ആ ഫിലോസോഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ നമ്മൾ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ, ഒരു അങ്ങനത്തെ ഒരു ഏരിയ ഓഫ് സ്റ്റഡി ആണ് അല്ലെ. അതായത് നമ്മളെ ഒരു മൈൻഡിനെ ഇതാക്കുന്ന ഒരു ഏരിയ ആണ് അല്ലെ ഫിലോസോഫി എന്ന് പറയുന്നത്. അപ്പൊ ഫിലോസോഫിയിൽ നമ്മുടെ മൈൻഡ് ആക്റ്റീവ് ആയിട്ടുള്ളതാണ്, ആൻഡ് ചുറ്റുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ അറിയാൻ ശ്രമിക്കുകയാണ് ഇതിൽ കൂടെ ചെയ്യുന്നത് അല്ലെ. ആൻഡ് പിന്നെ പറയുന്നത് പോയട്രി നമ്മളെ ഒരു എന്താ പറയാ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ഫിലോസോഫി എന്താ ചെയ്യുന്നത്, ഒരു കാര്യത്തിനെ ഡിഫൈൻ ചെയ്യുക ആൻഡ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഫിലോസോഫിക്കൽ സ്റ്റഡി എന്നൊക്കെ പറയുമ്പോൾ എന്താ, അതിനെ പറ്റിയുള്ള അതിന്റെ ന്യൂആൻസസും കാര്യങ്ങളും ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് ചെയ്യുന്നത് അല്ലെ. പോയട്രി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, നമ്മളോട് എന്തൊക്കെയോ കാര്യങ്ങൾ ഷെയർ ചെയ്യാണ് ചെയ്യണത് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ പോയട്രി ഒരു ലേണിംഗ് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതേപോലെ ഫിലോസോഫി എന്താണ്,
ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ്സിനാണ് അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ലേണിംഗ് പോയട്രിയിൽ കൂടെ നമുക്ക് ലേണിംഗ് ചെയ്യാം, അതിനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നതാണ്. മറ്റതിൽ കൂടെ എന്താണ് നമുക്കൊരു ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഫൈൻഡിങ്സ്, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള ഫൈൻഡിങ്സിനാണ് അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. സോ പോയട്രീന്റെ എന്താണ് ഓക്കെ, പോയട്രീന്റെ ആൻഡ് പ്രോസിന്റെ ഒക്കെ കുറെ നിബന്ധനകൾ ഉണ്ടാവും, റൂൾസും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊരു പ്രത്യേക വൊക്കാബുലറി കൂടെ ഫോം ചെയ്തതാണെന്ന് അവിടെ പറയുന്നുണ്ട്. അതേപോലെ സിഡ്നി അതിനെ പറ്റിയിട്ട് ഈ ഒരു പ്രത്യേക വൊക്കാബുലറി കൂടെ ഒക്കെ ഫോം ചെയ്താന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനെയൊക്കെ പറ്റിയിട്ട് സിഡ്നി മനസ്സിലാക്കുകയും ആൻഡ് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം എയിം ചെയ്യണത് ട്രൂത്തിന്റെ ഒരു ഏരിയനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ സത്യം ഉണ്ടാവില്ല, ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ആ ഒരു ഏരിയനെ എക്സ്പ്ലോർ ചെയ്യാനാണ് അദ്ദേഹം കൂടുതൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പല ഗ്രേറ്റ് ആയിട്ടുള്ള രാഷ്ട്രങ്ങളിലും അതേപോലെ ലാംഗ്വേജിലും പോയട്രി ഒരു എന്താണ് ഇഗ്നറന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു വെളിച്ചം നൽകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഇഗ്നറന്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഏതൊരു ഭാഷയായിക്കോട്ടെ, ഒരു ലാംഗ്വേജ് ആയിട്ട് നോബലിസ്റ്റ് ആയിട്ടുള്ള നേഷൻസ് ആയാലും ലാംഗ്വേജിലായാലും അവർ ഇഗ്നറന്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവർക്ക് ഒരു ലൈറ്റ് ഗിവർ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് ഒരു എന്താ പറയാ വെളിച്ചം നൽകുന്ന ആ ഒരു പ്രവൃത്തി പോയട്രി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനെ പോയട്രീനെ ഫസ്റ്റ് നേഴ്സ് എന്നുള്ള രീതിയിലാണ് അവിടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ, നേഴ്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ചെറിയ കുട്ടികളായിരിക്കുന്ന നമുക്ക് എന്താ, നമ്മളെ പാല് കുറച്ചിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ട് പിന്നെ നമ്മളെ എന്താണ് വലിയ വലിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ നമ്മളെ അങ്ങനെ ഒരു എബിൾ ആക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അതേ ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ പോയട്രി കൂടെ ചെയ്യുന്നത്. എന്താണ്, നമുക്ക് ആ ഒരു പാല് ഉദ്ദേശിക്കുന്ന ആ പോയട്രിയിൽ കൂടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ട് നമുക്ക് ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ ടഫർ ആയിട്ടുള്ള നോളജുകൾ നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് നമ്മളെ എബിൾ ആക്കുകയാണ്, നമ്മളെ പ്രാപ്തരാക്കുകയാണ് ഈ പോയട്രിയിൽ കൂടെ ചെയ്യണത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ഈ ഒരു മിൽക്ക് നമുക്ക് സപ്ലൈ ചെയ്യുമല്ലോ ഫസ്റ്റ് നേഴ്സ്, അത് ഒരു പോയട്രിനോട് കമ്പയർ ചെയ്യണം. ഈ ഒരു പോയട്രിയിൽ കൂടെ നമുക്ക് ടഫ് നോളജിക്ക് മനസ്സിലാക്കാനുള്ള നമ്മളെ ഏബിൾ ആക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഈ ഒരു എന്താ പറയാ ഹ്യൂമൻ സോഷ്യൽ എക്സിസ്റ്റൻസിൽ ഈ ഒരു പോയട്രി ഒരു ഫസ്റ്റ് നമ്മളുടെ ഒരു ഹ്യൂമൻ എക്സിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ട് നമ്മളുടെ എക്സിസ്റ്റൻസ്. അതില് നമ്മൾക്ക് പോയട്രി എന്നുള്ളൊരു ഫസ്റ്റ് ലൈറ്റ് ആയിട്ട്, നമ്മുടെ ഫസ്റ്റ് നേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ പോയട്രീനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് അത് നമ്മളെ നേർച്ചർ ചെയ്യായിരുന്നു. അതേപോലെ നമ്മൾ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സെറ്റ് ആക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോയട്രി. ഓക്കെ, ദെൻ നേച്ചർ ആൻഡ് സൊസൈറ്റിന്റെ പല ആസ്പെക്ട്സും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സീയിങ് ആൻഡ് ഒബ്സർവിങ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് ഭയങ്കര റിക്വയർഡ് ആണ്, അല്ലെങ്കിൽ അത് അനിവാര്യമാണ് എന്നുള്ള ഒരു പോയിന്റ് അവിടെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ നേച്ചറിന്റെയും അതിന്റെ പല വശങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാൻ നമുക്കൊരു ഒബ്സർവിങ് ആ ഒരു കാര്യം, അതേപോലെ കാണുക അല്ലെ, സീയിങ്, അതിൽ കൂടെ ഒക്കെ ആ ഒരു ഇത് നമുക്ക് വേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ കൂടെ മാത്രമേ, ഈ ഒബ്സർവൻസിൽ കൂടി അതേപോലെ പല കാര്യങ്ങൾ കാണുന്നതിൽ കൂടെ മാത്രമേ നമുക്ക് ഇതിന്റെ പല വശങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലെ. പിന്നെ പറയണത് 1580 an apology for poetry and the defense of poetry സിഡ്നി എഴുതിയിട്ടുള്ളതാണ്. ആൻഡ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷേക്സ്പിയർ ഒക്കെ ഒരു ലിറ്റററി ഫീൽഡിലേക്ക് വരുന്നതിന് മുൻപ് ഇതൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ an apology for poetry or the defense of the poetry എന്നുള്ളതാണ് 1580 എഴുതിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് മുൻപൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പോയട്രി എന്താണ്, ലിറ്ററേച്ചറും പോയട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനോണിമസ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ പോയട്രി എന്ന് പറഞ്ഞ ലിറ്ററേച്ചർ, അങ്ങനെ ഒരു രീതിയിലായിരുന്നു ഒരുപാട് കാലം മുൻപൊക്കെ, കുറെ കാലം അങ്ങനെ തന്നെയായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. രണ്ടും സിനോണിമസ് ആയിരുന്നു എന്നാണ് പറയുന്നത്, രണ്ടും ലിങ്ക്ഡ് ആയിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ ഈ ഒരു അതിൽ പറഞ്ഞത്, പിന്നെ ഈ ഒരു പോയട്രി അതിന്റെ ആ ഒരു ഹോൾ ആയിട്ടുള്ള സംഭവം അതിന് നഷ്ടമായിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. കാരണം അതിലെന്താ പറയണ വെച്ചിട്ടുണ്ടെങ്കിൽ അത്
അൺറിയാലിറ്റീനെ മാത്രമായിരുന്നു പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നത്. അവർ പറയുന്ന പോയിന്റ് ആണ്. ആ ഒരു പോയട്രിക്ക് അതിന്റെ ആ ഒരു ഹോൾനെസ് അതിന് നഷ്ടമായി. കാരണം അത് അൺറിയാലിറ്റി എന്ന് പറയുന്നത് എന്താ നമുക്ക് മനസ്സിലാക്കാം. എന്താന്ന് വെച്ചാല് ഈ ഒരു പൊളിറ്റിക്സ്, റിലീജിയൻ, അതേപോലെ നേച്ചർ, ഈ പറഞ്ഞ സംഭവങ്ങളാണ് നമ്മൾ റിയൽ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്നത്തെ. ഓക്കെ, അപ്പോ ഇതില്ലാത്ത ഏരിയാസ് ഒക്കെ പറഞ്ഞത് അൺറിയാലിറ്റി ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പോയട്രി ഈ റിലീജിയനും പൊളിറ്റിക്സും നേച്ചറിനെയും പറ്റിയിട്ടൊന്നും എഴുതാതെ വന്നപ്പോ, അതായത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ പ്രതിപാദിക്കാതെ വന്നപ്പോ അത് അൺറിയൽ ആണ് എന്നുള്ള ഇതായതുകൊണ്ട് അതിന്റെ ആ ഒരു ഹോൾനെസ് അത് നഷ്ടമായി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെയുള്ള റിയൽ സബ്ജക്ട്സ് ആയിട്ട് അന്ന് കൺസിഡർ ചെയ്തിട്ടുള്ളത് റിലീജിയൻ, പൊളിറ്റിക്സ്, നേച്ചർ ആയിരുന്നു. പിന്നെ ഈ ഒരു നോയിങ്, അത് അല്ലെങ്കിൽ ഒരു ലേണിംഗ് കൂടുതലായിട്ടും പിന്നെ സയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിലേക്ക് ആൾക്കാർ അവരുടെ ആ ഒരു ഡയറക്ഷൻ അങ്ങോട്ട് മാറുകയാണ്. അതായത് സയൻസിലുള്ള കാര്യങ്ങളാണ് ട്രൂത്ത് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, അപ്പം നോളജ് എന്നുള്ളത് സയൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു പിന്നീട്. ഓക്കെ, പിന്നെ ഡ്രൈഡന്റെ ഡ്രമാറ്റിക് പോയസി, വേർഡ്സ്വർത്തിന്റെ പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്, കോൾറിഡ്ജിന്റെ അതേപോലെ മാത്യു ആർണോൾഡിന്റെ ഒക്കെ പോയട്രിയിലുള്ള കുറെ ഡിസ്കഷൻസ്, അതേപോലെ ടി.എസ്. ഇലിയറ്റിന്റെ ഇൻഡിവിജ്വൽ ടാലന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു പോയറ്റിക് എക്സ്പ്രഷനെ എന്താണ് അതിന്റെ കോസസിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് അതില് പറയുന്നുണ്ട്. ഓക്കെ, ഇവരുടെ ഈ ഒരു വർക്കിലും ഇവരുടെ ഈ ഒരു കോൺട്രിബ്യൂഷൻസിലൂടെ ആ ഒരു പോയറ്റിക് എക്സ്പ്രഷൻസിന്റെ കോസസിനെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അതിൽ വരുന്ന ഒരു ടൈറ്റിലാണ് നെക്സ്റ്റ് ടൈറ്റിലാണ് പോയട്രി ഇൻ ഇറ്റ്സ് ലിങ്കേജ് വിത്ത് സൊസൈറ്റി. അല്ലെ, നമുക്കൊക്കെ അറിയാം നമ്മൾ ലിറ്ററേച്ചർ ഈസ് ദ മിറർ ഓഫ് ദ സൊസൈറ്റി നമ്മൾ പൊതുവെ പറയാ അല്ലെ. നമ്മുടെ സൊസൈറ്റിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലിറ്ററേച്ചർ കൂടെ റിഫ്ലക്ട് ചെയ്യുന്നത്. സോ പോയട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അറിയാം സൊസൈറ്റിനോട് എങ്ങനെയാ എത്രത്തോളം ലിങ്ക്ഡ് ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പോയട്രിയും അതിന്റെ ആ ഒരു സൊസൈറ്റിനോടുള്ള ആ ഒരു കണക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സോ നമുക്കറിയാം, നമുക്ക് ആ ഒരു പോയട്രീനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വേഴ്സ് ഫോമിൽ നമുക്കൊരു സോഷ്യൽ സിഗ്നിഫിക്കൻസ് അല്ലെ, ആ വേഴ്സ് ഫോം നമ്മൾ വേഴ്സ് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഒരു പോയട്രി അല്ലെ, അതിൽ ആ ഒരു സോഷ്യൽ സിഗ്നിഫിക്കൻസ്, സോഷ്യലി ഇതായിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ആ സോഷ്യൽ സിഗ്നിഫിക്കൻസിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതില് 19th സെഞ്ചുറിയുടെ ഒക്കെ ഒരു ബിഗിനിങ്ങില് എന്താണ് ഇംഗ്ലണ്ടിലെ റൊമാൻറ്റിക്സ് അവര് ചെയ്ത പോലെ നോളജിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയാസ് ആയിട്ട്, അല്ലെങ്കിൽ അതായത് ഇപ്പോ അന്നത്തെ 19th സെഞ്ചുറിന്റെ ഒരു ബിഗിനിങ്ങിൽ ഇംഗ്ലണ്ടിലെ ആ റൊമാൻറ്റിക് പോയിറ്റ്സ് ഉണ്ടാവുമല്ലോ, അവരെന്താ ചെയ്തിട്ടുണ്ടായിരുന്നത് വെച്ചാല് ഈ നോളജിന്റെ ഡിഫറെന്റ് ഏരിയാസുമായിട്ടോ അല്ലെങ്കിൽ ലൈഫിലെ കുറെ എന്താ പീസിന്റെ ഹാർമണി, യൂണിറ്റി, അങ്ങനെയുള്ള ഇമാജിനേഷൻ കൊണ്ട് മാത്രമല്ല ഇത് ചെയ്യണം എന്നുള്ള അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് സോ ഇതിനു വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഈ ഒരു പോയറ്റുകൾ, അതേപോലെ തന്നെ ക്രിട്ടിക്കും ഒക്കെ ആയിട്ടുള്ള പോയറ്റും ക്രിട്ടിക്കും ഒക്കെ ആയിട്ടുള്ള ജോസ് മാർട്ടി. ഓക്കെ, അപ്പൊ പോയറ്റും ക്രിട്ടിക് ആയിട്ടുള്ള ജോസ് മാർട്ടിനെയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ പ്രത്യേകിച്ച് പറയുന്നത്. അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആരെയാണോ റൊമാൻറ്റിക് ടൈമിൽ ജീവിക്കുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അമേരിക്കൻ പോയറ്റ് ആയിട്ടുള്ള വോൾട്ട് വിറ്റ്മാനെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ വോൾട്ട് വിറ്റ്മാനെ പറ്റിയിട്ടാണ് അദ്ദേഹം ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ റൊമാൻറ്റിക് പോയട്രിന്റെ കാലഘട്ടത്തില്, അതായത് അവരുടെ ഇടയിൽ എന്താ ജീവിക്കും എഴുതും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അമേരിക്കൻ പോയറ്റാണ് വോൾട്ട് വിറ്റ്മാൻ. അപ്പൊ ജോസ് മാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയറ്റും ക്രിട്ടിക്കും ആയിട്ടുള്ള ഈ ഒരു വ്യക്തി ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് വോൾട്ട് വിറ്റ്മാനെ ആയിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഓക്കെ, അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു പ്രത്യേക ആ ഒരു കോട്ട് അവിടെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പോയത്തിൽ ഒരു പോയത്തിലുള്ള കുറച്ച് ശകലങ്ങളാണ് അവിടെ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈഫിലുള്ള ആ ഒരു ലൈൻസ് നമ്മുടെ ആ ഒരു PDF കാണാം. ഓക്കെ, ആ ലൈൻസ് വായിക്കുന്ന സമയത്ത്
നമുക്ക് എന്താണ് അതില് നമ്മളുടെ ലൈഫിലുള്ള കുറെ ഡെവലപ്മെന്റ്സിനെ പറ്റിയിട്ട് അതിൽ പ്രത്യേകം ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ വാക്കുകളൊക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. മർച്ചൻഡൈസ്, ഷിപ്പുകള്, മാൻസ് റൈറ്റ്, വാസ്റ്റ് ലാൻഡ്സ്കേപ്പ്, അങ്ങനെ പറയുന്ന കുറെ ടേമുകൾ. മർച്ചൻഡൈസ് എന്ന് പറഞ്ഞാൽ ചരക്ക്, അങ്ങനെയുള്ളൊക്കെ. അപ്പൊ അതിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ സംഭവിക്കുന്ന ആ ഒരു ചേഞ്ചസിനെ ആണ് നമുക്ക് അതിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഓരോ കാലഘട്ടത്തിലുള്ള ചേഞ്ചസും, ഇൻഡസ്ട്രിയലൈസേഷൻ വരുമ്പോ അതിന്റെ മാറ്റങ്ങള്, അങ്ങനെയുള്ള ഓരോ മാറ്റങ്ങളും നമുക്ക് അതിൽ കാണാൻ സാധിക്കും. നമ്മളുടെ ലിറ്ററേച്ചർ കൂടെ കാണാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിലും അതേപോലെ തന്നെ ആ ഒരു അമേരിക്കയിൽ ഉണ്ടായിരുന്ന ലൈഫിലുള്ള ഡെവലപ്മെന്റ്സും കാര്യങ്ങളും ആ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അമേരിക്കയിൽ സംഭവിക്കുന്ന മാറ്റമാണ് ഇപ്പൊ നമ്മളവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരികയാണ്, എന്താണ് ഈ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചേഞ്ചിനെ പറ്റി നമ്മുടെ, അതായത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ചേഞ്ചിനെ പറ്റി മനസ്സിലാക്കണോ, അല്ലെങ്കിൽ ഈ ഒരു വശങ്ങള് ഇത്രയും ഈ ഒരു സിമ്പിൾ ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക, അതായത് ഈ പറഞ്ഞ നമ്മുടെ സൊസൈറ്റിയിലുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, അത് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമോ, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ വരികയാണ്. അപ്പോ മാർട്ടി പറയണത്, അതായത് ജോസ് മാർട്ടി പറയണത്, അപ്പോ അദ്ദേഹം പറയുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ, ആ ഇതിലുള്ള ചേഞ്ചസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിറ്റററി റൈറ്റിംഗിൽ റിഫ്ലക്ട് ചെയ്യണം എന്ന് അദ്ദേഹം പറയാണ്. അല്ലെ, അതായത് എന്നാൽ മാത്രമേ നമ്മളുടെ ആ ഒരു കണ്ടംപററി ആയിട്ടുള്ള ഹാപ്പനിങ്സ് ഉണ്ടാവുമല്ലോ, ഓരോ കാലഘട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വന്നു, അല്ലെ, അതിനൊക്കെ പ്രൂഫായിട്ട് നമുക്ക് ലിറ്ററേച്ചർ ആളെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ലിറ്റററി വർക്കുകൾ എടുത്ത് നോക്കിയാൽ തന്നെ അതൊക്കെ അതിന്റെ പ്രൂഫാണ്, എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം മാറ്റങ്ങൾ ഓരോ കാലഘട്ടത്തിലും വന്നു എന്നുള്ളത്. സോ അപ്പൊ നമ്മളുടെ കണ്ടംപററി ഹാപ്പനിങ്സിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു എന്നുള്ളത്, അതിന്റെ ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ട്, അതിന്റെ റേഞ്ച് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക നമ്മൾ ഈ ലൈഫ് കണ്ടീഷൻസിലെ ചേഞ്ചസ് നമ്മളുടെ ലിറ്റററി വർക്കുകളിൽ മാർക്ക് ചെയ്യണം എന്നുള്ളതാണ് മാർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഹാപ്പനിങ്സ് അറൌണ്ട്, അതെ, നമ്മളുടെ ചുറ്റുള്ള സംഭവിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനെ പറ്റി നമ്മൾ അറിഞ്ഞു വെക്കുകയും വേണം. അതേപോലത്തെ ലിറ്ററേച്ചറും പോയട്രിയിലൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ പറയണത് ഈ ഒരു നമ്മളുടെ ചുറ്റുള്ള ഹാപ്പനിങ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് ആൾക്കാരുടെ ഈ ഒരു ഒക്യുപ്പേഷൻസ് അല്ലെ, അതേപോലെ തന്നെ അതേപോലെ അവരുടെ വർക്കിംഗ് ഓഫ് പീപ്പിൾ, അങ്ങനെയുള്ള ആൾക്കാര് അവർ ചെയ്യുന്ന കാര്യങ്ങള് അതൊക്കെ അതിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു ജീവിതത്തിന്റെ ഈ ഒരു മോട്ടിവേഷൻസ്, അതായത് നമ്മൾ ജീവിക്കുകയാണ്, അവിടെ ഓരോ ആൾക്കാർ ജീവിക്കുകയാണ് അല്ലെ, അവരുടെ ആ ഒരു ലിവിങ്ങിന്റെ ഈ മോട്ടിവേഷൻസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്പിറേഷന്റെ ഗുഡ് സോഴ്സ് ആണ് അല്ലെ. മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ സാധിക്കുന്ന അതിന്റെ ഒരു ഗുഡ് സോഴ്സ് ആയിട്ടാണ് ഈ ലിവിങ്ങിന്റെ മോട്ടിവേഷൻസിനെ നമ്മൾ പറയുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് എന്താണ് ഈ ഒരു ഇത് മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു എക്സ്പെരിമെന്റേഷൻ ഉണ്ടാക്കാനുള്ള ടെക്നിക്സിന്റെ ഒരു രീതികളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടുകയാണ് ചെയ്യുക. സോ പോയട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ പിന്നെ വേറൊരു പോയിന്റ് പറയാണ്, പോയട്രി നമ്മളുടെ എന്താ ആളുകളുടെ സാഡ്നെസ്സും ഹാപ്പിനെസ്സും ഡെപിക്ട് ചെയ്യണു എന്നുള്ളത് പറയാണ്. ഓക്കെ, അപ്പൊ ഓരോന്നും അതിനോട് കണക്റ്റഡ് ആയിട്ട് വരുന്ന പോയിന്റുകളാണ് കേട്ടോ. അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ അവരുടെ ലിവിങ്സിനെയും കാര്യങ്ങളൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നതോട് കൂടെ എന്താണ് ഈ ഒരു പോയട്രി അവരുടെ ഹാപ്പിനെസ്, സാഡ്നെസ്, ഈ ഒരു അവസ്ഥകളെ ഡെപിക്ട് ചെയ്യാനും ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ലൈഫിലുള്ള ഫെയിലിയേഴ്സ് ഉണ്ടാവുമല്ലോ, അതിന്റെ ആ ഒരു ട്രാജിക് ആയിട്ടുള്ള അവസ്ഥകള്, അതേപോലെ ഹാപ്പി അല്ലെങ്കിൽ സാഡ് ആയിട്ടുള്ള ആ ഒരു അവസ്ഥകളൊക്കെ നമുക്ക് അത് ഒരു എന്താ അതൊക്കെ നമ്മളൊരു ഇതിലിങ്ങനെ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിരിക്കും അല്ലെ. ഇയാളുടെ ഹാപ്പിനെസ് അതിൽ എഴുതിയിട്ടുണ്ട്, അത് റിഫ്ലക്ട് ചെയ്യേണ്ടത് നമുക്ക് പറയുമ്പോഴും അത് വായിക്കുമ്പോഴും ഒക്കെ സിമ്പിൾ ആയിട്ടാണ് തോന്നുക അല്ലെ. പക്ഷേ അതിലൊരു നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹാപ്പിനെസ്സും സാഡ്നെസ്സും ട്രാജിക് ആയിട്ടുള്ള അതൊന്നും അല്ല അതിലുണ്ടാവുക. ഇതിന്റെ അപ്പുറം അവരുടെ ഒരു ഹ്യൂമൻ ബീങ്സിന്റെ അവരുടെ ഒരു സ്ട്രഗിൾസ് അല്ലെ, അതേപോലെ അവരുടെ ആ ഒരു സർവൈവലിന്റെ ആ ഒരു ഹോൾ ഏരിയ അതിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതൊക്കെ അതിലുണ്ടാവണം, എന്നാൽ മാത്രമേ അതൊരു ഹാപ്പി ആയിട്ടുള്ളതാണോ സാഡ് ആയിട്ടുള്ളതാണോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ, നമുക്ക് ഇങ്ങനെ ഇതാക്കാൻ സാധിക്കുള്ളൂ അല്ലെ, മനസ്സിലാക്കാൻ. അതേപോലെ ആളുകളുടെ സർക്കംസ്റ്റൻസിലുള്ള അവരുടെ ഇമോഷണൽ സ്റ്റാറ്റസുകളെ അല്ലെ, അതിനൊക്കെ അതിൽ പോയട്രിയിൽ കൂടെ റെക്കോർഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം
അത് പറയുന്നുണ്ട്, ഒരു നല്ല പോയട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആളുകളുടെ സ്ട്രഗിൾസും സർക്കംസ്റ്റൻസിനൊക്കെ പറ്റിയിട്ട് റീഡേഴ്സിന് ഒരു നല്ലൊരു അവയർനെസ് ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. സോ അങ്ങനെ ഉണ്ടാക്കുന്ന വർക്കുകൾ നല്ല പോയട്രി ആയിട്ട്, ഗുഡ് പോയട്രി ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇൻഡിവിജ്വൽസും ഗ്രൂപ്പ്സും ഒക്കെ ഉണ്ടാവും അല്ലെ. നമ്മുടെ പിന്നെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സൊസൈറ്റിയിൽ ഇൻഡിവിജ്വൽസും ഗ്രൂപ്പ്സും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു എന്താ ആ ഒരു അവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ലിവിങ്ങിൽ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്, അതായത് ഇപ്പൊ ഒരു വ്യക്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിക്കോട്ടെ, അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ഐഡിയാസ് അവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത് അല്ലെ. സോ അതുകൊണ്ടൊക്കെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പോയട്രി അതിന്റെ ആ ഒരു മീനിങ്ങും അതേപോലെ തന്നെ അതിന്റെ ഐഡിയൽസും അതേപോലെ തന്നെ അതിന്റെ ലെസൺസ് ഒക്കെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈഫിലുള്ള കാര്യങ്ങളാണ് അതിൽ കൊണ്ടുവരുന്നത്. ഓക്കെ. അപ്പൊ ഈ അതുകൊണ്ടൊക്കെ തന്നെ ആളുകളുടെ ആ ഒരു ഇതിനനുസരിച്ചാണ് നമ്മൾ ആ ഒരു ഐഡിയാസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ അവരുടെ ലൈഫിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ കൂടുതലായിട്ട് പോയട്രിയിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ പെർസ്യൂ ചെയ്യുന്ന മോറൽസ് ഒക്കെ അതിൽ നമ്മൾ യൂസ് ചെയ്യാണ് ചെയ്യുക. സോ അതാണ് നമ്മളുടെ ഒരു എന്താ പോയട്രീന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു നേച്ചർ എന്നാണ് പറയണത്. ഓക്കെ. പിന്നെ നമ്മൾ നേരത്തെ വാൾട്ട് വിറ്റ്മാന്റെ പോയട്രി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പോയട്രീനെ ഇവിടെ പിന്നെയും പറയാണ്, അതിനുള്ള കുറച്ച് ലൈൻസ് വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അതില് ആ ഒരു പോയത്തില് പറയുന്ന കുറച്ച് കാര്യങ്ങൾ വീണ്ടും ഇതിൽ പറയാണ്. അപ്പൊ അതിന് മാറ്റി പറയുന്നുണ്ട്, നമ്മളുടെ ഈ ലൈഫിലുള്ള ഇഷ്യൂസിന്റെ ആ ഒരു റെപ്രസെന്റേഷൻ ഉണ്ടാവുമല്ലോ, അതിനോട് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ആ ഒരു കോട്ട്, ആ പോയത്തിന്റെ ആ ഒരു ഇത് തന്നിട്ടുണ്ടല്ലോ, അതില് പറയുന്നുണ്ട് ഒരു ആർമീസ് അവരത് മാർച്ച് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവര് മാർച്ച് ചെയ്യുന്ന കുറച്ച് ആർമി ആൾക്കാരാണ് അതില്. അപ്പൊ അവരങ്ങനെ മാർച്ച് ചെയ്ത് പോണ സമയത്ത് ആ ഒരു എർത്തിന്റെ എക്കോ ചെയ്യണുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അതായത് ആ ഒരു പ്രകമ്പനം ഭൂമിയിൽ ആ ഒരു പ്രകമ്പനം ആ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ആ പോയം വായിക്കുന്ന സമയത്ത് നമുക്ക് അത് പെട്ടെന്ന് നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പെട്ടെന്ന് നിങ്ങൾ അത് സ്ട്രൈക്ക് ചെയ്യും. കാരണം ആ ഒരു ആ ഒരു എന്താ ഒരു നടന്നു പോകുമ്പോഴുള്ള ആ ഒരു പ്രകമ്പനം, ആ ഭൂമിയിൽ ആ ഒരു വൈബ്രേഷൻ പോലെ അത് പെട്ടെന്ന് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ലൈനാണിത്. അപ്പൊ അതിലെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു എർത്തിന്റെ അതിന്റെ ഒരു വർക്കിങ്ങുമായിട്ട് ഈ ഒരു കോൺവെർസേഷൻ ചെയ്യാൻ കഴിയുന്ന ആ ഒരു പോയട്രീന്റെ പവറിനെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. ഓക്കെ. അതിനെ ആ പോയട്രീന്റെ ആ ഒരു ഇത് എന്താ ഈ ഒരു എർത്തിന്റെ ആ ഒരു നേച്ചറിനോട് ഇഴുകിയിട്ട് ആ കിടക്കുന്ന ആ ഒരു പോയട്രീന്റെ പവർ, അങ്ങനെയാണ് ആ ഒരു ലൈൻസ് അവിടെ പോർട്രേ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡെപിക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് പോയട്രീന്റെ ഒരു പവറായിട്ട് നമ്മൾ പറയാണ്. അതേപോലെ തന്നെ ഇവിടെ ആർമീസ് ഒരേ ഡയറക്ഷനിലേക്കാണ് അവർ മൂവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ അവർ ആ ഒരേ എനർജിക് ആയിട്ടുള്ള കുറച്ച് യങ് മെന്നാണ് അല്ലെ, അവരാണ് മാർച്ച് ചെയ്യുന്നത്. അപ്പൊ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡിസയറിന് വേണ്ടിയിട്ടല്ല അവർ മാർച്ച് ചെയ്യുന്നത് അല്ലെ. അവരൊരു കോമൺലി ആയിട്ടുള്ള ഒരു ഐഡിയ അച്ചീവ് ചെയ്യാനാണ് അവരങ്ങനെ മാർച്ച് ചെയ്യുന്നത്. സോ അതൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൽ പറയുന്ന ഒരു മെയിൻ വേറെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 19th സെഞ്ചുറി അമേരിക്കയിലുള്ള, അതായത് അവിടുത്തെ ഒരു വിഗർ ആയിട്ടുള്ള ഒരു ടർബുലന്റ് ആയിട്ടുള്ള അങ്ങനെ നിൽക്കുന്ന ഒരു അമേരിക്കന്റെ ആ ഒരു അവസ്ഥയെ പറ്റിയിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ആ ഒരു കാലഘട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് അതിൽ കൂടെ റിഫ്ലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ പിന്നെ അതില് അതേപോലെ തന്നെ അതിൽ പറയുന്നുണ്ട്, പോയട്രി എങ്ങനെയാണ് സൊസൈറ്റി ആൻഡ് നേച്ചറിന്റെ എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്തിട്ടുള്ളത്, ആൻഡ് ഹ്യൂമൻ ആൻഡ് മറ്റുള്ള അതർ ഫോംസ് ഓഫ് ലൈഫിനെ പറ്റിയൊക്കെ എങ്ങനെയൊക്കെയാണ് പോയട്രി അതിന്റെ, അതായത് മനുഷ്യനെയും അതേപോലെ തന്നെ അതേപോലെ നേച്ചറിനെയും അവരുടെ സൊസൈറ്റീനെയും മറ്റുള്ള ഫോംസ് ഓഫ് ലൈഫിനെയൊക്കെ പറ്റിയിട്ട് എങ്ങനെയൊക്കെയാണ് പോയട്രി അതിനെ പറ്റിയിട്ടൊക്കെ കവർ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം പറയാണ്. അതേപോലെ തന്നെ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, പോയട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ആൻ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് പറയുന്നത്.
ആൻഡ് അതേപോലെ തന്നെ സോറി എലമെന്റൽ എന്നാണ് അവിടെ പറയുന്നത്. അതായത് ബേസിക് ആയിട്ടുള്ള ഒന്നായിട്ടാണ് പോയട്രീനെ അവിടെ പറയുന്നത്. അപ്പോ അവിടെ എന്താണ് നമ്മുടെ റിയാലിറ്റിയിലെ എന്താണ് എന്താ പറയാ ബ്രോഡർ ആയിട്ടുള്ള കുറെ ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനെയൊക്കെ ടച്ച് ചെയ്യുന്ന വിധത്തിലുള്ള ഒന്നായിട്ടാണ് പോയട്രീനെ പറയുന്നത്. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ പോയട്രി ആ ഒരു പോയട്രി മേക്കിങ്ങിൽ നിന്ന് അത് ഇത്രയും ബേസിക്കലായിട്ടുള്ള കാര്യം ആയതുകൊണ്ട്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പാല് കൂട്ടുന്ന പോലെ പോയട്രി കൊടുക്കുകയാണ് ചെയ്യുന്നത്, എന്നാൽ മാത്രമേ നമുക്ക് ടഫ് നോളജിക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ തന്നെ തന്നിട്ടുള്ളത്, അത് പോയട്രി മേക്കിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാം കേട്ടോ.